ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ അലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ് റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല വ അൻത തജഅലുൽ ഹുസ്ന ഇദാ ശിഅത സഹ്ല റബ്ബി സിദ്നി ഇൽമൻ നാഫിഅ. പ്രിയ സഹോദരിമാരെ, നന്മയുടെ സുഖം എങ്ങനെ തിരിച്ചറിയാം എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു സഹാബി വന്നു. വാബിസ ബിനു മുആദ് റളിയല്ലാഹു അൻഹു എന്നു പേരുള്ള സഹാബി. അദ്ദേഹം വന്നിട്ട് യാ റസൂലുല്ലാ എന്ന് വിളിച്ചു. അപ്പോഴേക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് പറഞ്ഞു, വാബിസ, താങ്കൾ വന്നത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹ്യ് കിട്ടിയതാണ്. അത്രയും മർമ്മപ്രധാനമായ ഒരു കാര്യമാണ് വാബിസ ചോദിക്കുന്നത് എന്ന് അള്ളാഹു വഹ്യ് മുഖേന റസൂലിനെ അറിയിക്കുകയാണ്. റസൂൽ തൻ്റെ 3 വിരലുകൾ ചേർത്ത് പിടിച്ച് വാബിസയുടെ നെഞ്ചിൻ്റെ ഇടത് ഭാഗത്ത് പ്രസ് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്, ഇസ്തഖ്തി ഖൽബി, നീ നിൻ്റെ ഖൽബിനോട് അല്ലെങ്കിൽ ആത്മാവിനോട് ചോദിക്കുക. ആ സ്വഹാബി ചോദിക്കാൻ ഉദ്ദേശിച്ച ചോദ്യം എന്താണെന്നറിയോ? നന്മയും തിന്മയും എങ്ങനെയാണ് തിരിച്ചറിയുക എന്ന്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, നന്മ എന്താണെന്നറിയോ വാബിസ? നന്മ എന്നാൽ നിൻ്റെ ആത്മാവിന് ശാന്തിയുണ്ടാവുക എന്നതാണ്, ഹൃദയത്തിന് ശാന്തിയുണ്ടാവുക എന്നതാണ്. തിന്മ എന്താണെന്നറിയോ വാബിസ? ഹൃദയത്തിന് വേദനയുണ്ടാകുന്നതാണ്, നെഞ്ചിൽ ഭാരമുണ്ടാകുന്നതാണ്. ജനങ്ങൾ എത്ര ഫത്വ തന്നാലും ശരി എന്ന് 2 പ്രാവശ്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. ശരി എന്ത് എന്ന് ആദ്യം പറഞ്ഞു തരുന്നത് നമ്മുടെ ഹൃദയമാണ്. നമ്മൾ എത്ര ന്യായീകരണം കണ്ടെത്തിയാലും അത് ശരിയല്ല എന്ന് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. തൗബ ചെയ്തേ പറ്റൂ. അപ്പോൾ നമ്മൾ ഫത്വ ചോദിക്കേണ്ടത് മറ്റുള്ളവരോടാണോ? അല്ല, നമ്മുടെ ഹൃദയം തന്നെ പറഞ്ഞു തരും. ഈ ഹൃദയത്തിൽ നിന്ന് തന്നെയാണ് നന്മയും തിന്മയും ഉത്ഭവിക്കുന്നത്. നന്മ ചെയ്താൽ നമ്മുടെ മനസ്സിന് തന്നെ ഒരു സമാധാനവും നന്മ ചെയ്തതിൻ്റെ സുഖവും അനുഭവിച്ചറിയാൻ പറ്റുന്നു. നാം ഓരോരുത്തർക്കും തന്നെ നന്മ ചെയ്താൽ ആ സുഖം അനുഭവിച്ചറിയാൻ പറ്റും. കുറച്ചു കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാൽ ഒറ്റയ്ക്കിരുന്ന് ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവിനെക്കുറിച്ച് ചിന്തിക്കുക. അതിൽ സങ്കടങ്ങളും സന്തോഷങ്ങളും വേദനകളും എല്ലാം അള്ളാഹുമായി പങ്കുവെക്കുക. ആ മുസല്ലയിലിരുന്ന് ചെയ്തു പോയതും പറഞ്ഞു പോയതും നഷ്ടപ്പെടുത്തിയതുമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കുക. ഇതൊക്കെ കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സുഖമുണ്ട്. അൽഹംദുലില്ലാ, അത് തന്നെയാണ് നന്മയുടെ സുഖം. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അന്ന് അള്ളാഹുവിൻ്റെ തണൽ ഒഴികെ മറ്റൊരു തണലുമില്ലാത്ത ദിവസത്തിൽ അള്ളാഹു 7 വിഭാഗം ആളുകളെ തൻ്റെ അർഷിൻ്റെ തണലിൽ നിർത്തുമെന്ന്. അതിൽ ഒരു വിഭാഗം ഒറ്റയായിരിക്കെ അള്ളാഹുവിനെ ഓർത്ത് കണ്ണീരൊഴുക്കിയവരാണ്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ച് ആ നിയ്യത്ത് വെച്ച് ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു സന്തോഷം, സമാധാനം, ഒരു വല്ലാത്തൊരു കുളിര് അല്ലേ? അല്ലെങ്കിൽ ഒരാളുടെ വിഷമത്തിൽ പങ്കുചേരുകയോ ചെയ്ത് അവരെ ആശ്വസിപ്പിച്ചാൽ കിട്ടുന്ന ഒരു സുഖമുണ്ട്. അൽഹംദുലില്ലാ, അതും നന്മയെ തിരിച്ചറിയുന്ന സുഖം തന്നെയാണ്. സുന്നത്ത് നോമ്പുകളും റവാത്തീബ് നമസ്കാരങ്ങളും മരണ വീട് സന്ദർശിക്കലും കോപത്തെ അകറ്റി നിർത്തലും ഹൃദയം നുറുങ്ങുന്ന വേദനകൾ സമ്മാനിച്ച ചില ആളുകൾ, ബന്ധുക്കൾ, ഫ്രണ്ട്സ് ആരുമായിക്കൊള്ളട്ടെ, അവരെ നമുക്ക് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി സ്നേഹിക്കാൻ സാധിച്ചാൽ, അതിനുവേണ്ടി നമ്മുടെ ഹൃദയത്തെ പാകപ്പെടുത്താൻ നമുക്ക് സാധിച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു സുഖം, സമാധാനം, ആശ്വാസം അല്ലേ? ഇതൊക്കെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ നന്മയുടെ സുഖം. അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തു ആലിമ്രാനിലെ 134-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, ഇന്നല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാഇ വൽകാദിമീനൽ ഗൈദ് വൽആഫീന അനിന്നാസി വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. അതായത് സന്തോഷാവസ്ഥയിലും വിഷമാവസ്ഥയിലും ദാനധർമ്മങ്ങൾ ചെയ്യുകയും കോപം ഒതുക്കി വെക്കുകയും മനുഷ്യർക്ക് മാപ്പ് നൽകുകയും ചെയ്യുന്നവർക്ക്, അത്തരം ആൾക്കാർക്ക്, സൽക്കർമ്മകാരികളെ അള്ളാഹു സ്നേഹിക്കുന്നു അല്ലേ? അത്തരം ആളുകളെ അള്ളാഹു സ്നേഹിക്കുന്നു. ഇനി തിന്മ ചെയ്താൽ എന്താ കിട്ടുക? നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കുന്നു, ഹൃദയത്തെ കടുപ്പിക്കുകയാണ് അല്ലേ?
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നമ്മുടെ ശരീരത്തിൽ ഒരു മാംസ കഷ്ണമുണ്ട്. അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി, അത് ചീത്തയായാൽ എല്ലാം ചീത്തയായി. സുബ്ഹാനല്ലാഹ്. ഏതാണ് ആ മാംസ കഷ്ണം? ഹൃദയം, അല്ലേ? സുമ്മ ഖസത് ഖുലൂബുക്കും മിൻ ബഅദി ദാലിക ഫഹിയ കൽ ഹിജാറ. സൂറ ബഖറയിലെ 74-ാമത്തെ ആയത്ത്. പിന്നീട് അതിന് ശേഷവും നിങ്ങളുടെ മനസ്സുകൾ കടുത്തുപോയി, അവ പാറ പോലെ അതിനേക്കാൾ കടുത്തതോ ആയി ഭവിച്ചു. തെറ്റ് ചെയ്തു കൂട്ടിയ ഒരു ആത്മാവിൻ്റെ അല്ലെങ്കിൽ ശരീരത്തെ ഇനി എത്ര നല്ലത് കണ്ടാലും അവരുടെ ആ സർക്കിൾ വെച്ച് നോക്കുമ്പോൾ ആ നന്മകൾക്ക് ഒരുപാട് പോരായ്മകൾ കണ്ടെത്തും, അല്ലേ? കാതിലെത്ര കേൾപ്പിച്ചാലും അവർക്ക് അലോസരമാണ്. നഊസുബില്ലാ. പാപങ്ങൾ അവരെ അസ്വസ്ഥമാക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു മുഅ്മിൻ ഒരു പാപം ചെയ്യുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ ഒരു കറുത്ത കുത്തു വീഴുകയായി. അവൻ തൗബ ചെയ്താൽ ആ കുത്ത് അതാ മായ്ക്കപ്പെടുകയായി. സുബ്ഹാനല്ലാഹ്. അവിടെ എന്താ സംഭവിക്കുന്നത്? ഹൃദയം മന്ത്രിക്കുകയാണ് ചെയ്തത് തെറ്റാണ് എന്ന്. അപ്പോഴാണ് തൗബ ചെയ്യാൻ തോന്നുന്നത്. ഇന്നല്ലാഹു തവ്വാബുർ റഹീം. അള്ളാഹു പാപങ്ങൾ പൊറുക്കുന്നവനാണ്, അല്ലേ? എത്രയേറെ ആനുകൂല്യങ്ങൾ അള്ളാഹു നമുക്ക് തരുന്നത്. സൂറ ഫുർഖാനിലെ 71-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, വമൻ താബ വഅമില സാലിഹൻ ഫഇന്നഹു യതൂബു ഇലല്ലാഹി മതാബ. വല്ലവനും പശ്ചാത്തപിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്യുന്ന പക്ഷം അള്ളാഹുവിലേക്ക് ശരിയായ നിലയിൽ മടങ്ങുകയാണ് അവൻ ചെയ്യുന്നത്. അതെ, തെറ്റിൽ നിന്ന് കരകയറ്റാൻ തന്നെയാണ് അള്ളാഹു ശ്രമിക്കുന്നത്. അള്ളാഹു മലക്കുകളോട് പറയുന്നു, എൻ്റെ അടിമ തെറ്റ് ചെയ്താൽ അത് എഴുതല്ലേ, അവൻ ഇസ്തിഗ്ഫാർ ചെയ്യുന്ന സമയം കൊടുക്കാൻ, അല്ലേ? ഇസ്തിഗ്ഫാർ ചെയ്യാൻ അവന് സമയം കൊടുക്കണം എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല മലക്കുകളോട് പറയുകയാണ്. അതുപോലെ തന്നെ നന്മ എഴുതുന്ന മലക്കുകളോട് എന്താ പറയുന്നത്? എൻ്റെ അടിമ നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ തന്നെ പ്രതിഫലം എഴുതണം എന്നാണ്. ഒരു നന്മയായിട്ടുള്ളൊരു കാര്യം നമ്മൾ ചെയ്യാൻ ആഗ്രഹിച്ചാൽ, അല്ലേ, നമ്മളത് ചെയ്യണം എന്നില്ല, അത് ഉദ്ദേശിച്ചാൽ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ഉദ്ദേശം, അങ്ങനെ ഒരു ചിന്ത വന്നു പോയാൽ അപ്പോൾ തന്നെ അവന് പ്രതിഫലം എഴുതി രേഖപ്പെടുത്തണം എന്നാണ് മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്. അത്രമാത്രം നമ്മുടെ റബ്ബ് ഈ ദുനിയാവിൽ നിന്നും അവൻ്റെ അടിമകളെ നരകത്തിൽ നിന്നും പിന്നിക്കാൻ പ്രേരിപ്പിക്കുന്നില്ലേ? സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല അവനിഷ്ടപ്പെടുന്ന അടിമകളുടെ കൂട്ടത്തിൽ നന്മകൾ ചെയ്ത് മുന്നേറാൻ നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല ഈ രീതിയിലൊക്കെ നമ്മളെ സംരക്ഷിച്ചിട്ടും നമ്മൾ നന്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന കൂട്ടത്തിലാണോ? നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങളെല്ലാം പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ പ്രയാസങ്ങളും നീ ദൂരീകരിക്കണേ റബ്ബെ. അള്ളാഹുവെ, ഞങ്ങളുടെ രോഗങ്ങൾ നീ ശിഫയാക്കി തരണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ കടങ്ങൾ വീട്ടാനുള്ള മാർഗങ്ങൾ നീ കാണിച്ചു തരണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹായ മക്കളാക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് സമാധാനവും സന്തോഷവും ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കണേ നാഥ. അള്ളാഹുവെ, ഈ ലോകത്ത് എല്ലാ ഇടത്തുമുള്ള മുസ്ലിങ്ങൾക്കും നീതി അനുസരിച്ച് നിർഭയത്വത്തോടെ സമാധാനത്തോടെ ജീവിക്കാനുള്ള സാഹചര്യം നൽകി അനുഗ്രഹിക്കണേ യാ റബ്ബേ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമി വൽ മുസ്ലിമീൻ വഅദിൽ الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين يا رب العالمين. السلام عليكم ورحمة الله وبركاته.